third question. നോക്ക ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി ഹലോ ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സർ, കേൾക്കാം സർ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ 3 സിമിലർ 1 ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ വരുന്ന ഒരു സംഭവം. ഓക്കെ, പ്രൊസീജിയർ ഒരിക്കലും മറക്കരുത്. പ്രൊസീജിയർ മാത്രം ഓർത്താൽ മതി, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ആദ്യം കാണുമ്പോൾ ഭയങ്കര കുറെ വാല്യൂസും ക്വസ്റ്റ്യനിൽ കുറെ ഡീറ്റെയിൽസും ഒക്കെ വരുമ്പോൾ അയ്യോ നമ്മൾ കുഴഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വെരി വെരി സിമ്പിൾ പ്രൊസീജിയർ. We have to find out impairment loss. Impairment loss is nothing but carrying value of the asset minus recoverable value. Recoverable value രണ്ടെണ്ണം ആകാം, VIU വാല്യൂ ഇൻ യൂസ് ആവാം, അല്ലെങ്കിൽ NSP ആവാം. ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. NSP മാത്രം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ ഒരു വളരെ സിമ്പിൾ ബേസിക് കാൽക്കുലേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതർവൈസ് വാല്യൂ ഇൻ യൂസ് ഇതുവരെ അങ്ങനെ കാൽക്കുലേഷൻ്റെ പ്രസന്റ് വാല്യൂ കാണുന്ന ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഓക്കെ. Question number 3. Following details of an asset are given. എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. Find out 3 things. 3 കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇമ്പയർമെന്റ് ലോസ് കാണണം. ഇമ്പയർമെന്റ് ലോസ് കാണാനുള്ള ഇക്വേഷൻ ക്യാരിയിങ് വാല്യൂ ഓഫ് ദ അസറ്റ് മൈനസ് റിക്കവറബിൾ വാല്യൂ. 2, ട്രീറ്റ്മെന്റ് ഓഫ് ഇമ്പയർമെന്റ് ലോസ്. ആ ഇമ്പയർമെന്റ് ലോസ് എങ്ങനെ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ നേരത്തെ പഠിച്ച റീവാലുവേഷൻ റിസർവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കണം, മിച്ചം ഉണ്ടെങ്കിൽ അത് P&L-ലേക്ക് ഡെബിറ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ചത് അതിന്റെ ഭാഗമാണ്. ഓക്കെ. ദെൻ കറന്റ് ഇയേഴ്സ് ഡിപ്രീസിയേഷൻ, ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര, ഇത്രയും കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റേതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിൽ ലുക്ക് ഇൻ ടു ദ ഡീറ്റെയിൽസ്. കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇസ് 56 lakhs. 10 വർഷമാണ് അതിന്റെ ലൈഫ് പറയുന്നത്. അസറ്റ് പെർ ഇയർ സാലറി വാല്യൂ നിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെർ ഇയർ ഡിപ്രീസിയേഷൻ എത്രയായി? ആരെങ്കിലും പെട്ടെന്ന് വാട്സപ്പിലിട്ട് അല്ല ഇതിൽ ഗ്രൂപ്പിലിട്ടേ, ചാറ്റിലിട്ടേ. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ. 56 lakhs is the value of the asset. 10 years is the life. 5.6 lakhs will be your depreciation per annum. Correct. 5.6 lakhs is the depreciation per annum. Very good. Current carrying value. Okay. ഇപ്പോഴത്തെ carrying value it is given as 27.3 lakhs അല്ലെങ്കിൽ 27,30,000. Okay. Life remaining, that is useful life remaining is 3 years. മൊത്തം 10 വർഷമായിരുന്നു. ഇനി 27,30,000 രൂപ വിലയുള്ളപ്പോൾ റിമൈനിങ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what is the carrying value? Not carrying value. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? റിക്കവറബിൾ എമൗണ്ട് ആണ്. റിക്കവറബിൾ എമൗണ്ട് is given as 12 lakhs. Upward revaluation done in last year is 14 lakhs. ലാസ്റ്റ് ഇയറിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? റീവാലുവേഷൻ വരുന്നുള്ളൂ. എത്രയാണ് റീവാലുവേഷൻ ചെയ്തിരിക്കുന്നത്? അപ്വേർഡ് റീവാലുവേഷൻ ആണ്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അസറ്റ് ആണ്. ദാറ്റ് ഈസ് മെൻഷൻഡ് ആസ് 14 lakhs. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് ആദ്യം കണ്ടത് ഇമ്പയർമെന്റ് ലോസ് ആണ്. തന്നിരിക്കുന്നത് 56 ലക്ഷം വാല്യൂ, 10 വർഷത്തേക്ക്. സാൽവേജ് വാല്യൂ ഇല്ല. കറന്റ് ക്യാരിയിങ് വാല്യൂ ഇസ് 27,30,000. റിമൈനിങ് ലൈഫ് ഇസ് 3 years. ഓക്കെ. റിക്കവറബിൾ എമൗണ്ട് ഇസ് 12 lakhs. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഏതാണ്? ഹയർ ഓഫ് NSP or VIU. That is given as 12 lakhs. അപ്പോൾ നമുക്ക് വേണ്ടത് ക്യാരിയിങ് വാല്യൂ മൈനസ് റിക്കവറബിൾ വാല്യൂ ആണ് നമുക്ക് ഇമ്പയർമെന്റ് ലോസ് വേണ്ടത്. അപ്വേർഡ് റിവാലുവേഷൻ ഡൺ ഇൻ ലാസ്റ്റ് ഇയർ ഇസ് 14 lakhs. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. ആസ് പെർ AS 28, impairment of asset and impairment loss on a revalued asset is recognized as an expense in the statement of P&L. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. ലോസ് ആണെങ്കിൽ, റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ, ഇമ്പയർമെന്റ് ലോസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. However, an impairment loss on a revalued asset is recognized directly against any revaluation surplus for the asset to the extent that the impairment loss does not exceed the amount held in the revaluation surplus for the same asset. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ കാര്യങ്ങൾ അവർ തിയററ്റിക്കലി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇമ്പയർമെന്റ് ലോസ് ഏതിനേക്കാളും കൂടുതൽ? റീവാലുവേഷൻ സർപ്ലസിനെക്കാളും കൂടുതൽ പറയുന്നുള്ളൂ.
അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും കാൽക്കുലേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയാവും. കറണ്ട് ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്? 27 lakh. ഇറ്റ് ഇസ് ഗിവൺ ഓവർ ഹിയർ. കറണ്ട് ക്യാരിയിങ് വാല്യൂ ഇസ് 27,30,000. അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ലെസ് കറണ്ട് റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 12 ലക്ഷം. അപ്പൊ എത്രയായി? 15-30 എന്ന് പറയുന്നതാണ് ഇമ്പയർമെന്റ് ലോസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, ഒരു വലിയ അഡ്ജസ്റ്റ്മെന്റും വരാത്ത രീതിയിൽ. സോ ഇമ്പയർമെന്റ് ലോസസ് 15,30,000. ഇനി ഇതില് നമുക്ക് എത്രയുണ്ട് റീവാലുവേഷൻ റിസർവ് എന്ന് നോക്കുക. റീവാലുവേഷൻ റിസർവ് ഇവിടെ വന്നല്ലോ. അപ്വേർഡ് റീവാലുവേഷൻ ഡൺ ഇൻ ലാസ്റ്റ് ഇയർ. അവസാന വർഷത്തിൽ എത്ര റീവാലുവേഷൻ നടത്തിയത്? 14 lakhs ആയിരുന്നു. അപ്പൊ അത്രയും നമുക്ക് റീവാലുവേഷൻ റിസർവിലുണ്ട്. ആദ്യം ഇമ്പയർമെന്റ് ലോസ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന റീവാലുവേഷൻ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സോ 15,30,000 മൈനസ് 14 lakh. പിന്നെയുള്ള മിച്ചമുള്ളത് 1,30,000 എങ്ങോട്ട് വിട്ടാൽ മതി? P&L-ലേക്ക് വിട്ടാൽ മതി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതിന്റെ 4-1 ഡിഫിക്കൽട്ടി പോലും ഇല്ല. ക്ലിയർ ആണോ? ഐ വിൽ റിപ്പീറ്റ്. കറന്റ് ക്യാരിയിങ് എമൗണ്ട്, okay, given in the question is current carrying value 27,30,000. Current recoverable value, again directly given in the question, is 12 lakhs. Impairment loss and equation ഓർക്കുക. Current carrying value അല്ലെങ്കിൽ carrying value of the asset minus recoverable amount എന്നുള്ളതാണ് impairment loss and equation. So you will get 15, that is 2730 minus 12, which will be 15.30. 15,30,000 is your impairment loss. ഈ ലോസ് അതാണ്. ഇനി ഇവിടെ ഈ പറയുന്ന സെന്റൻസ് നോക്കിയാൽ മതി. Okay, an impairment loss on a revalued asset is recognized directly against any revaluation surplus for the asset to the extent that the impairment loss does not exceed the amount held in the revaluation surplus. അപ്പം എത്ര വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ? ഈ നമുക്ക് ഉണ്ടാവുന്ന ഇമ്പയർമെന്റ് ലോസ് 15,30,000. 15-30 നമുക്ക് റീവാലുവേഷൻ റിസർവ് കുറയ്ക്കാൻ പറ്റില്ല. എത്ര ഇതുവരെ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ അസറ്റിന്റെ P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ആദ്യത്തെ സെന്റൻസ്. റെക്കഗ്നൈസ് ആൻ എക്സ്പെൻസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L. ആ രണ്ടും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അത്രയേ ഉള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ വിത്ത് എവരിവൺ? എല്ലാവർക്കും മനസ്സിലായോ? പാർവതി ക്ലിയർ നെറ്റിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെയോ? കാവ്യ ഇട്ടു. യെസ് സർ. ഓക്കെ, നമുക്ക് നിർത്തണോ അതോ ഒരു പ്രോബ്ലം കൂടെ നോക്കണോ? വാട്ട് ഡു യു വാണ്ട്? നമ്മളിപ്പോ തന്നെ ഒരു മണിക്കൂറായുള്ളൂ. കണ്ടിന്യൂ ചെയ്യാവോ? ഫൈൻ. ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ട്, 5th one. അതും പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. I'll quickly go through that as well. Question number 4 നോക്കുക. Fine Limited acquired a machine on 1st April 2013 for 14 crores that had an estimated life of 7 years. പടപടേ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, what is the depreciation per year? How much will be depreciation per year? നമ്മൾ ചെയ്തതാണ്, ഇതുവരെ ചെയ്തത് തന്നെ. പെട്ടെന്ന് പറ. 14 crores value. Life of the asset is 7 years. So that means 2 crores every year. Very good. Machine is depreciated on straight line basis and does not carry any residual value. അതുകൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ വരുന്നത്. ഇതിലില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് I directly jumped into it. Okay. On 1st April 2017, the carrying value of the machine was reassessed at 10.2 crores. And the surplus arising out of the revaluation being credited to revaluation reserve. അതിപ്പോ പറഞ്ഞില്ലേലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റീവാലുവേഷൻ റിസർവിലെ വെക്കുള്ളൂ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 1st April 2017. What is the starting period? 1st April 2013 ആയിരുന്നു. 1st April 2017 ആകുമ്പോൾ 4 years ആയി. 4 yearsലേക്ക് എത്ര വരും ഡിപ്രീസിയേഷൻ? Quickly onto the chat. എത്ര വന്നു 4 yearsലെ ഡിപ്രീസിയേഷൻ? Yes, 8 crores. What is the value of the asset on 1st April 2017 before revaluation? What was the value of the asset on 1st April 2017?
6 crores അല്ലേ സച്ചിൻ? വെരി ഗുഡ്. സച്ചിനാണോ പറഞ്ഞേ? സൗണ്ട് കേട്ടിട്ട് സച്ചിനാന്ന് തോന്നി. ആണോ? അതെ അതെ, ആ ശരി, ഓക്കെ. സോ 14 crore മൈനസ് ഡിപ്രീസിയേഷൻ ഫോർ 4 years എന്ന് പറയുന്നത് 8 പോയിട്ട് 6 crores വന്നു. പക്ഷെ അവിടെ ആ വർഷം 6 കോടി നമ്മുടെ ബുക്ക് വാല്യൂ വരേണ്ട സമയത്ത് എന്ത് ചെയ്തു? റീവാലുവേഷൻ നടന്നു. റീവാലുവേഷൻ നടത്തി വാല്യൂ എത്രയായി? 10.2 crores ആയി. വാട്ട് ഇസ് ദ റീവാലുവേഷൻ ഗെയിൻ? റീവാല്യൂ ചെയ്തപ്പോൾ ഉണ്ടായ വാല്യൂ ഇസ് 4.2 crores അല്ലേ? ഇൻക്രീസ് ഇൻ ദ വാല്യൂ 4.2 crores. വെരി ഗുഡ്. ദാറ്റ് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു റീവാലുവേഷൻ റിസർവ്. അപ്പൊ നമുക്ക് റീവാലുവേഷൻ റിസർവിൽ എത്രയുണ്ട്? 4.2 crores ഉണ്ട്. എല്ലാവരും മൂവ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019 എന്ന് പറയുമ്പോൾ ഈ 10.2 കണ്ടതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 2 വർഷങ്ങൾക്ക് ശേഷം. കണ്ടീഷൻസ് ഇൻഡിക്കേറ്റിംഗ് an impairment of the machine existed and the amount recoverable ascertained to be only 140 lakhs. എത്രയായിട്ട് വാല്യൂ കുറയുന്നു? 140 ലക്ഷം ഉള്ളൂ. അതായത് 1.4 crores ഉള്ളൂ എന്ന് പറയുന്നു. എന്നാണ് 2019. 2019 എന്ന് പറയുമ്പോൾ വീണ്ടും 2 വർഷം കഴിഞ്ഞു. ആ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കാണുന്നത് ആരെങ്കിലും ചാറ്റിലിട്ടെ? How do you calculate the depreciation for the next 2 years? That is 18 and 19. പറഞ്ഞാലും മതി, വോയിസിൽ ആരെങ്കിലും പറഞ്ഞാലും മതി. എഴുതി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസിൽ ആരെങ്കിലും പറഞ്ഞാലും മതി. സൊല്യൂഷൻ നോക്കി പറയരുത് കേട്ടോ. Just tell me the calculation steps. You need not give me the final number. പോയോ എല്ലാരും? എന്റെ നെറ്റ് പോയാ? ഹലോ, നെറ്റ് പോയിട്ടില്ല. നെറ്റൊക്കെ ഉണ്ട്. എങ്ങനെയാ സച്ചിൻ, നീ ഒന്ന് പറഞ്ഞിട്ടാ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്? അത് 10.2 crore divided by 3 into 2 ആണ് സാർ. 3 എത്ര ഇയേഴ്സ് അതിന്റെ റിമൈനിങ്? അത് നോക്കിക്കേ. 7 years ആയിരുന്നു. അതിൽ 4 പോയി, മിച്ച 3. വെരി ഗുഡ്. 10.2 divided by 3 into 2. ഇത് 2 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ? 2019 2 വർഷത്തെ. അപ്പോ എത്ര വന്നു? 6.8 crores വരും. എനിക്കൊന്ന് കുറെ പേര് ദുർഗ, പാർവതി ഒക്കെ കാൽക്കുലേഷൻ. ദുർഗ ഇട്ടിരിക്കുന്നത് എന്താണ്? 10 into ആണോ ദുർഗ ഉദ്ദേശിച്ചത്? 2/3 ആണോ? 10 into 2/3. എന്തോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അല്ല സർ, 10.2/3 ചെയ്യുമ്പോൾ 3.4 വന്നു. വെരി ഗുഡ്. into 2. ഓക്കെ ഓക്കെ, ശരി, മനസ്സിലായി. വെരി ഗുഡ്. അപ്പോൾ യു വിൽ ഗെറ്റ് 6.8 crores. സോറി, ഇടയ്ക്ക് ഒരു കോള് വന്ന ഡിസ്ട്രാക്ട് ആയിപ്പോയി. ഓക്കെ, ഇനി ഫൈനൽ ഇസ് ഓൺലി. അപ്പം 6.8 crores ഡിപ്രീസിയേഷൻ വന്നു. അത് ഏതിൽ നിന്നും കുറയ്ക്കണം? 10.2 നിന്നും കുറയ്ക്കണം. അങ്ങനെ 10.2 നിന്ന് കുറയ്ക്കുമ്പോൾ വരേണ്ട വാല്യൂ ആയിരുന്നു. പക്ഷെ അത് എത്രയേ ഉള്ളെന്നാ പറയുന്നത്? നമുക്ക് 140 lakhs ഉള്ളെന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? റിക്കവറബിൾ വാല്യൂ ഇസ് ലെസ് ദാൻ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്. ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. 10.2 നിന്നും 6.8 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 3.4 crores വരേണ്ട സ്ഥലത്ത് 1.4 crores ഉള്ളൂ. വിച്ച് മീൻസ് 1.8 crores എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്? ലോസ് ഉണ്ട്, ഇമ്പയർമെന്റ് ലോസ് ഉണ്ട്. ആ ഇമ്പയർമെന്റ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, നമ്മൾ 4ാമത്തെ അല്ലേ? ഓക്കെ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ലോസ് ഓഫ് ഇമ്പയർമെന്റ് ഓഫ് ദ മെഷീൻ. അപ്പൊ അത് കണ്ടുപിടിച്ചു. ലോസ് ഓഫ് ഇമ്പയർമെന്റ് അപ്പൊ എത്രയായി? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ 10.2 മൈനസ് 6.8 എന്ന് പറയുന്നത് 3.4 crores വരും. അത് വരേണ്ടടുത്ത് 1.4 crores ഉള്ളൂ. So 1.8 crores is the impairment loss. And show how this loss is to be treated. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രീറ്റ് ചെയ്യുന്ന എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? Has to be adjusted against the revaluation reserve. ഇനി നോക്കിക്കൊള്ളുക സൊല്യൂഷൻ പാർട്ടിലേക്ക്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ cost of the machine minus residual value divided by number of years will give me
depreciation per year. അത് for 4 years കണ്ടു. 2 crores into 4 years 8 crores വന്നു. വാല്യൂ ഓഫ് ദ മെഷീൻ ഓൺ April 13th എന്ന് പറയുന്നത് 14 crores minus 8 crores എന്ന് പറയുന്നത് 6 crores വന്നു. 6 crores ഉണ്ടായിരുന്നപ്പോഴാണ് വാല്യൂ എത്രയായിട്ട് കൂടിയത്? 10.2 crores ആയിട്ട് കൂടിയത്. അപ്പം എത്ര റീവാലുവേഷൻ റിസർവ് വന്നു? 10.2 മൈനസ് 6 crores 4.2 crores. ഞാൻ ഈ കാണിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞതും ഓക്കെ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പയർമെന്റ് ലോസ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ലോസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് 14 കോടിയായിരുന്നു വാല്യൂ. അതിൻ്റെ അകത്തുനിന്ന് ഡിപ്രീസിയേഷൻ 8 കോടി കുറച്ചു. ക്യാരിയിങ് എമൗണ്ട് ഓൺ 31st March 6 crores ആയിരുന്നു. അതിൽ അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടായി. സോ റീവാലുവേഷൻ റിസർവ് ഇസ് 4.2 crores. ക്യാരിയിങ് എമൗണ്ട് ഓൺ 1st April 2017 എന്ന് പറയുന്നത് ദീസ് ടു പുട്ട് ടുഗദർ ആണ്. 6ഉം 420 കൂടെ കൂട്ടി 1020 വന്നു. അതിന് 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കാണണം. സച്ചിൻ ഓൾറെഡി പറഞ്ഞു നമ്മളോട്, പലരും അത് കാൽക്കുലേഷനും ചെയ്തു. 6.8 crores ആണ്. അത് 10.2ൽ നിന്നും കുറച്ചാൽ 3.4 crores will be your value. അതിൽ റിക്കവറബിൾ എമൗണ്ട് എത്രയേ ഉള്ളൂ? 1.4 ആയിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എനിക്ക് തെറ്റിയതാണ് നേരത്തെ. ശരിയാ, 1.4 crores. ഓക്കെ. സോ 3.4ൽ നിന്നും 1.4 കുറച്ചാൽ, so it was my mistake, ആ നമ്പർ കാൽക്കുലേഷനിൽ, that is 2 crores is the impairment loss. ക്യാരിങ് വാല്യൂ നമ്മൾ എന്തെങ്കിലും തെറ്റിയോ? ഇല്ല, നമ്മൾ പറഞ്ഞ ഇത് തന്നെയായിരുന്നു. ഞാൻ കൂട്ടി കുറച്ച് കൊണ്ടായ വ്യത്യാസമാണ്. ഓക്കെ. So 3.4 crores 3.4 crores was the carrying amount. അതിൽ നിന്നും റിക്കവറബിൾ എമൗണ്ട് ആയിട്ടുള്ള നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, റിക്കവറബിൾ എമൗണ്ട് is 1 crore 40 lakhs. That is to be deducted. Balance is your impairment loss. Okay. Now how do we treat it? എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇമ്പയർമെന്റ് ലോസിന്റെ കാൽക്കുലേഷൻ. ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 4 പോയിന്റ് നമ്മുടെ അപ്വേർഡ് റിവിഷൻ വന്നപ്പോൾ, അതായത് 14 കോടിയിൽ നിന്നും 6 കോടി ആയിരുന്ന സമയത്ത് നമ്മൾ എത്രയായി? 6 കോടി ആയിരുന്നപ്പോൾ അത് 10-20 ആയി. 10-20 ആയപ്പോൾ 4 കോടി 20 ലക്ഷം രൂപ വാല്യൂ ഇൻക്രീസ് ഉണ്ടായി. അതാണ് ഇവിടെ വാല്യൂവേഷൻ റിസർവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ഉണ്ടായ എമൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇൻക്രീസ് ഉണ്ടായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും പുറകോട്ട് വരിക. ശരിക്കും എത്ര ഡിപ്രീസിയേഷൻ വരുള്ളായിരുന്നു? ഒരു വർഷം 2 കോടി വെച്ച് 4 കോടിയെ വരുള്ളായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ എത്ര ഡിപ്രീസിയേഷൻ വന്നു? റീവാലുവേഷൻ കാരണം 6 crore 80 lakhs വന്നു. അപ്പൊ ഇൻക്രീസ് ഇൻ ഡിപ്രീസിയേഷൻ ഡ്യൂ ടു റീവാലുവേഷൻ എത്രയാണ്? 2.8 crores ആണ്. അത് റീവാലുവേഷൻ റിസർവിൽ നിന്നും കുറയ്ക്കുക. ബാലൻസ് എത്ര വന്നു? 1.4 crores വന്നു. യഥാർത്ഥത്തിൽ ഇമ്പയർമെന്റ് ലോസ് 2 കോടിയാണ്. അതിൽ നിന്നും 1.4 crores റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിച്ചം 0.60 എന്ന് പറഞ്ഞാൽ 60 ലക്ഷം, 0.6 crores എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ് ടു P&L. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഫോമാറ്റിൽ ഇച്ചിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ 4 ഓക്കെ ആണോ? ദുർഗ, കൃഷ്ണ, പാർവതി, വിഷ്ണു, ഓക്കെ. സൂര്യ, സച്ചിനെ, അശ്വിൻ എന്ത് ചെയ്യുന്നു? അശ്വിൻ്റെ ഒരു അനക്കവും ഇല്ലല്ലോ. അശ്വിൻ ഉണ്ടോടാ അവിടെ? ഞാൻ കമന്റ് ഇടുന്നുണ്ട് സാറേ. നീ ഇടുന്നുണ്ടോ? ഒരു കമന്റ് പോലും എനിക്ക് കണ്ടില്ല. കണ്ടു. ശരി, മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. ഓക്കെ, എന്നാ ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വണ്ണിലേക്ക് പോവാം. റിലേഷൻ ടു ഇല്ലസ്ട്രേഷൻ 5. എനിക്ക് തോന്നുന്നു ഞാനത് ഇതുവരെ നോക്കിയിട്ടില്ല. ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിന്റെ ആണ്.
അത് നമുക്കിപ്പോൾ നോക്കണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ റെക്കോർഡ് ഞാൻ നോക്കിയിട്ടില്ല. I'll check into that. എന്നിട്ട് പറയാം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അസറ്റിൻ്റെയാണ് കൂടുതലും പറയുന്നത്. CGUവിൻ്റെ വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ I'll record a video and upload. ഓക്കെ, 4 പ്രോബ്ലം എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടെ വിത്ത് സൊല്യൂഷൻസ് ഞാൻ സ്കാൻ ചെയ്തിടാം. AS20 ഉം AS28 ഉം എല്ലാവരും അത് നോക്കണം. AS20 ഉണ്ട്, 28 ഉണ്ട്. അപ്പോൾ അത് രണ്ടും നോക്കണം. ഇനി നമുക്കുള്ളത് AS22 ആണ്. കമ്പയർഡ് ടു AS20 ഉം 28 ഉം വെച്ച് നോക്കുമ്പോൾ 22 വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ വി വിൽ ഡു ഇൻ ഡീറ്റെയിൽ. അത് ഞാൻ നോക്കട്ടെ, നാളെ തന്നെ പറ്റുകയാണെങ്കിൽ വി വിൽ ഫിനിഷ് ഓഫ് ഓൾ ദീസ് തിങ്സ് ബൈ ടുമോറോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും 4 പ്രോബ്ലത്തിൽ അഞ്ചാമത്തെയാണോ എത്രാമത്തെയാണ് നമ്മളിപ്പോൾ വിട്ടത്? 5ാമത്തെയാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ മുഴുവൻ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് നോക്കിയിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അസറ്റിൻ്റെയാണ് കൂടുതലും സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സിന് നിങ്ങളുടെ ബുക്കിലൊന്നും അധികം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രോബ്ലം വൈസ് ഒക്കെ. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നോക്കിയിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇനി അത് ഡൗട്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ ഇതിൽ ഏതെങ്കിലും സംശയമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഷിബു ഗോപിയുടെ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ യു ഹാവ് ഇപ്പോഴും ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടതായിട്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കുക. അതിൻ്റെ അകത്തും എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻഡിവിജ്വൽ അസറ്റിൻ്റെ അവിടെ വരുന്നുള്ളൂ. CGUവിൻ്റെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഓക്കെ, ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ്. നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.